ഇടിച്ചേ. നമ്മുടെ വെള്ളം വേറെ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇടിച്ച്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് മൺട്രോത്തുരത്താണ്. നമ്മുടെ കൊല്ലം ജില്ലയിൽ മൺട്രോത്തുരത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിനോദ സഞ്ചാര കേന്ദ്രമായി നമ്മുടെ ഈ മൺട്രോത്തുരത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു പൊന്മാൻ എന്ന് പറഞ്ഞ നമ്മുടെ ബേസിൽ ജോസഫ് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങളും അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷൂട്ടിങ്ങൊക്കെ നടത്തിയത് നമ്മുടെ ഈ ഒരു മൺട്രോത്തുരത്താണെന്ന് നമുക്കറിയാം. ഇവിടെ ഇപ്പം അനേകം ആൾക്കാരായിരുന്നു വരുന്നത്. കാരണം ചെറിയ ഒരു തോണിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടോ സുഹൃത്തുക്കളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു തുക അവർക്ക് കൊടുത്താൽ മതി. അവരെ നമ്മളെ ഈ ഒരു ഇവിടെ സ്ഥലങ്ങളിലൊക്കെ അവരെ നമ്മളെ ചുറ്റിക്കാണിക്കും. പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ദിവാൻ മൺട്രോ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലാണ്, ആരുടെ ഓർമ്മയ്ക്കാണ് ഈ ഒരു പേര് വന്നത് മൺട്രോത്തുരുത്ത്. അതാണ് ഈ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ അഷ്ടമുടി കായലിൻ്റെയും കല്ലട ആറിൻ്റെയും നടുക്കായിട്ട് വരുന്ന ഒരു ചെറിയ തുരുത്താണ് നമ്മുടെ ഈ മൺട്രോത്തുരുത്ത്. ഇവിടുത്തെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡ് ഉച്ചയ്ക്ക് കിട്ടുന്ന ഊണിൽ നമുക്ക് ഇവിടെ ഒരു സീ ഫുഡിൻ്റെ ഒരു സംഭവം ഇവിടെ കിട്ടുമെന്നുള്ളത്. അതായത് കക്ക ഇറച്ചി, ഞണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് കക്ക ഇറച്ചി അത് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് കാണും. അതുപോലെ കരിമീനും, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. സീ ഫുഡായ കരിമീനും കക്ക ഇറച്ചിയും നമുക്ക് ഇവിടെ കിട്ടും. കരിമീൻ അഡീഷണൽ പൈസ കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ കക്ക ഇറച്ചിയാണെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇവിടെ ഒരു 10-70, 75 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ പ്രായമുള്ളവരായിരിക്കും നമുക്കിവിടെ കക്ക വരുന്നത്. നമുക്ക് ആ വീഡിയോയിൽ കാണാം. അവർ മുങ്ങി തപ്പി എടുക്കുന്നത് ഒന്നീ ചെറിയ കക്കയായിരിക്കും, അത് വലിയ കക്കയായിരിക്കും. അതവരെ കഷ്ടപ്പാട് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമമാവും. അവർ മുങ്ങിയാണ് അത് എടുക്കുന്നത്. അതുപോലെ ഇതാണ് സ്ഥലം. ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഒത്തിരി ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമാണ്. ഒത്തിരി ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. എന്നാലും അവിടെ അങ്ങോട്ടൊക്കെ പോയി നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിക്കാം. ഓക്കെ, കമോൺ ബാ. ഇവിടെ എന്തോ സ്കൂളിലെ പരിപാടി എൻ്റെ ഇടയ്ക്കായിട്ട് നടക്കുന്നുണ്ട്. ഇത് സ്കൂളിലെ പരിപാടിയാണോ? ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അവരൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിപാടിയാണ്. ഈ ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ വൈറലായിട്ട് ആൾക്കാരിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു തുരുത്ത്, നമ്മളിപ്പം അതുവഴി പോവുകയാണ്. ഈ ഒരു വൈകിട്ട് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റും. നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഈ നമ്മുടെ ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു മടി തോന്നത്തില്ല, വന്നത് ഒരു രസമില്ല, അങ്ങനെയൊന്നും തോന്നത്തില്ല. അത്രയും നല്ല കാഴ്ചയാണ് കാണാൻ. തുടങ്ങി വെച്ച് ഒരു 10-35 വർഷത്തിന് മുമ്പ് നമ്മള് ടൂറിസം ലക്ഷ്യമാക്കി കണ്ടൽ വെച്ച് കേട്ടോ. ഈ കണ്ടൽ ഇത് മാംഗ്രോവ്സ് കണ്ടൽ വെച്ച് പിടിപ്പിച്ചു ടൂറിസം ലക്ഷ്യമാക്കി. ലക്ഷ്യം മുന്നിൽ കണ്ടുണ്ട്. അതിനുള്ള സാധ്യതയുള്ള സ്ഥലമല്ലായിരുന്നു ഇവിടെ. അങ്ങനെ അത് നിന്നപ്പം നമുക്കിതൊരു ഇത് കിട്ടി. ഓക്കെ, നമ്മളിപ്പം ആ ഒരു ചെറിയ തുരുത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് മെയിൻ ആർച്ച് സംഭവം. ഇതാണ് കണ്ടൽ ആർച്ച്. വന്നു മുട്ടല്ലേ കുഴഞ്ഞു കാണുമല്ലോ. തുടങ്ങിയുള്ളല്ലേ. നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് കയറിയാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വൈറലായ കണ്ടൽക്കാട്. ഇതിലേക്കൂടെ വരാനാണ് നല്ല രസം. എല്ലാവരും ഈ ഒരു സ്ഥലം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. അതിന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അടിപൊളി.
ഈ സൺസെറ്റ് കാണണം. നമുക്ക് ഈ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പാടാം. ഈ ഒരു സമയത്തൊക്കെ വന്നു ഒരു 4:30-5 മണിയൊക്കെ കഴിഞ്ഞ് വരുന്ന കഴിഞ്ഞാൽ 2 മണിക്കൂർ യാത്ര ചെയ്യണം അല്ലയോ? അടിപൊളി. അടിപൊളി. ചെതറി വീട്ടെ പൊക്കിയത് അങ്ങനെ ചെതറി അത് വികസിച്ച് എങ്കിൽ അതിൻ്റെ സൗന്ദര്യം സൂപ്പർ. പുറത്തോട്ട് വീട്ടാൻ ഇവിടെ ഇങ്ങനെ ഈ ചെറിയ ചെറിയ തുരുത്തുകൾ, നമ്മളിപ്പം ഒരു തുരുത്താണ് ഇപ്പം കണ്ടത്, അതേപോലെ എല്ലാ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഈ ഒരു ഐലൻഡുകൾ ഇങ്ങനെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചെറിയ തോണിയിലും ഹൗസ് ബോട്ടുമായിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത്. വളരെ ഭംഗിയാണ്. വളരെ ഈ ഒരു 5 മണി കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം വളരെ നല്ല രസമുണ്ട്. നമുക്ക് ഈ ഒരു സ്ഥലം ഇങ്ങനെ ഈ ഒരു കണ്ടില്ലേ, സൺസെറ്റൊക്കെ കണ്ടില്ലേ, സൺസെറ്റൊക്കെ കണ്ട് വെള്ളമൊക്കെ കളിച്ച് നല്ല രസത്തോടെ പോകാൻ നമുക്ക് പറ്റും. അടിപൊളി. വളരെ സന്തോഷകരമായിട്ട് ഒരു വീക്കെൻഡ് സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പം ജോലിയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തി ഈ ഒരു ചെറിയൊരു സമയം, ഒരു 45 അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ഇവർ ആ ഒരു സമയം തരുന്നത്. ചെറിയൊരു ഫീസ് അതിന് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഫാമിലിയായിട്ട് വരാം, അല്ലെങ്കിൽ ഓഫീസ് പരമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാം. എല്ലാ രീതിയിലും വന്ന് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മൺട്രോത്തുരുത്ത്. പണ്ട് ഈ മൺട്രോത്തുരുത്ത് ചെറിയ രീതിയിലൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വലിയ ഒരു ടൂറിസമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ വന്നപ്പോൾ തന്നെ മനസ്സിലായ ഒത്തിരിയേറെ വിദേശികൾ ഇപ്പം ഇതിനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവർ ബുക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് തലേന്ന് വിളിച്ച് ബുക്ക് ചെയ്യാം അല്ലേ ചേട്ടാ? ഓടാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ഇടിച്ചേ നമ്മുടെ വെള്ളം വേറെ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇടിച്ച്. ഈ ഒരു അസ്തമയ സമയമാകുമ്പം രസമാണ്, നല്ല രസമാണ് കാണാൻ. മൺട്രോത്തുരുത്തിൻ്റെ ആ ഒരു അഴക്. ചെറിയ ചെറിയ കണ്ടൽ കാടുകൾ പോലെ ഉണ്ട്.